നമസ്കാരം. യു കെ ബഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ നമ്മളൊരു അഡ്വഞ്ചർ യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അത് 75 മൈൽ സ്പീഡ്, നാഷണൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 70 മൈൽ. അതായത് നമുക്കൊരു യു കെയിലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണിത്. 70 മൈലിന്റെ സ്പീഡിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 മൈലേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസ് ആയിട്ട് ഒരു ജേണിയാണ്. എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് മാത്രമാണ് നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പൊ നമുക്കാരും പോയാലോ? ഇത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും മഴ പെയ്തിട്ട് തീർത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്, അല്ല വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തു. പക്ഷെ മഴ കാരണം ജിംബലും ക്യാമറയൊക്കെ നനയുന്നൊരു പേടി ഉള്ളതുകൊണ്ട്, കാരണം ഇത് മുന്നോട്ട് ഇനി കൊണ്ടുപോകണമല്ലോ. അപ്പൊ ഓക്കെ. അപ്പൊ 100 അല്ലേ? ഓക്കെ, 75 നാഷണൽ സ്പീഡ് ലിമിറ്റ് അതിന്റെ ഇതാണ് സിമ്പിൾ. അപ്പൊ നമ്മൾ 70 മൈലില് നമുക്ക് ഒരിക്കലും ഇവിടെ 70 മൈൽ കയറാൻ പറ്റില്ല. മാക്സിമം ഒരു 40-50 മൈലില് അവിടുന്ന് ഒരു വണ്ടി വന്ന ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ വഴിയില് തിരിയാണ്. അവിടുത്തെ റോഡ് ക്ലോസ്ഡ് ആണ്. ക്രോ ലൈൻ എന്ന് പറഞ്ഞ റോഡ് അത് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഈ വഴി മാത്രമേ. ഇതാണ് സംഭവം. മാത്രമല്ല ഇതില് ആൾക്കാർ നടന്നു വരുന്ന ഒരു സാധ്യതയുണ്ട്. സ്ലോ കാണിച്ചിട്ടുണ്ട്. ഇത് വളവായതുകൊണ്ട്. ഇത് വളവാണ്. അപ്പൊ അവിടുന്ന് വരുന്ന സ്ലോ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതെ. ഓക്കെ, വെരി ഗുഡ്. എന്നാ പിടിച്ചോ. അപ്പൊ നമ്മള് 100-175. പക്ഷെ എന്ത് ഭംഗിയല്ലേ സ്വരൂപേ, അല്ലേ? ഭംഗിയല്ലേ അത് ഇതിനകത്ത്. തീർച്ചയായിട്ടും കണ്ടോ, ഇത്രേ ഉള്ളൂ. ഈ വണ്ടിക്ക് മാത്രമേ പാസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തീർന്നു. അതെ, നമ്മളെ പോലെ ആരില്ല. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ തീർന്നു. വേറെ ഏതെങ്കിലും ബ്ലോഗേഴ്സ് ആവശ്യത്തോടുള്ള വേഗമായിരിക്കും. ഇവിടുന്ന് ഒരു അങ്ങോട്ടൊരു വഴിയുണ്ട്. അതല്ലല്ലോ ആ വഴിയില്ല. എന്നാ പിടിച്ച എന്റെ പൊന്നെ, നോക്കി ഇലകളൊക്കെയാണ് ഇതിന്റെ അകത്ത് ഭംഗി കേട്ടോ. ഇതൊരു ഓട്ടം സീസൺ ആണ്. ഓട്ടം സീസൺ ആണ്. അതായത് ഇപ്പൊ കാലാവസ്ഥ ചേഞ്ച്, സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് മാറുമ്പോൾ ഓട്ടം സീസൺ ആണ് ഇപ്പൊ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കാണാൻ വേണ്ടിട്ട്. മാക്സിമം പിടിച്ചാലും ഒരു 40 മൈലിന്റെ അപ്പുറം കിട്ടുന്നില്ല. കുതിരയൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. കുതിര സവാരി ഉള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ അത്രയും വളരെ കീനായിട്ട് വേണം നമ്മൾ ഇത് വണ്ടി ഓടിച്ചു. ആൾക്കാർ നടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമതൊരു പേടിയുണ്ട്. ഈ നമ്മൾ ഈ വയനാട്ടിൽ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന ഒരു ഭാഗ്യമായിരിക്കും അല്ലേ? അത് പ്രേക്ഷകർക്ക് കാണാൻ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും പെടും. നമുക്ക് വീണ്ടും സ്ഥലമുണ്ട് ഒന്ന് കൊടുക്കാനായിട്ട്, സൈഡ് കൊടുക്കാൻ വേണ്ടി. അത് മാത്രമല്ല, നമ്മൾ ഈ വനത്തിൽ കൂടെ പോകുമ്പോ ആനയെ കാണാൻ വേണ്ടി ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വണ്ടി വരുമ്പോൾ അല്ലേ? അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വണ്ടി പോകുന്ന ഒരു സ്ഥലം അല്ല. എന്നാലും പറയാൻ പറ്റില്ല, വണ്ടി വരാതിരിക്കാം. ഈ വളവുന്നില്ല. നോക്കി കാറ്റും മഴയുണ്ട് കേട്ടോ. കാറ്റും മഴയും. ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ രാത്രി ഇതുവഴി വരണം. ഭയങ്കര രസമാണ്. പേടിയാവും നമുക്ക്. ഒറ്റയ്ക്കൊക്കെ ഇത് വഴിയാണെങ്കിൽ ഉറപ്പായും പേടിയാവും. ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു ഒബ്സഷൻ വന്നാൽ പെട്ടു. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇതിനകത്ത് സ്റ്റക്കായി ഒന്നും ചെയ്യാനില്ല. കേട്ടോ, ഇനി 30 മൈലില്ല സ്പീഡിന് പോകുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പോകുമ്പോഴുള്ള കാര്യങ്ങളൊന്നും ഇവിടെ. നമ്മള് ഇതെവിടെ സ്ഥലം? ഇത് ഭയങ്കര ഒരു കുന്നിന്റെ ടൗണാ. ഇത് കുന്നിന്റെ മേളിലാണ്. ടൗണല്ലേ? ഇത് മൊത്തം ടൗൺ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ടൗൺ. രാത്രി ഇതിലെ വരുമ്പോ ലൈറ്റ് ഫ്ലൈറ്റിൽ നിന്ന് നമ്മള് വരത്തില്ലേ, ആ ഒരു ഫീലാണ്. രാത്രി വരുമ്പോഴേ ഫുള്ള് ലൈറ്റിങ്ങും ഭയങ്കര വ്യൂ ആണ് ഇവിടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും. അപ്പൊ നമുക്ക് യു കെ ബഡീസിൽ കണ്ടുകൊണ്ടേയിരിക്കാം.